ഏവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സ്റ്റാമ്പ് ശേഖരത്തിലെ 6ാമത്തെ പാർട്ടാണിത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് 1950 മുതൽ 2012 വരെ ഇന്ത്യയിൽ പുറത്തിറങ്ങിയ വളരെ പ്രധാനപ്പെട്ട ചില തപാൽ മുദ്രകളെക്കുറിച്ചാണ്. ഇവയുടെ ചരിത്രവും ഇന്നത്തെ വിപണി വിലയും നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ ആദരിക്കുന്നതിനായി 1964 ഈ 35 പൈസ സ്റ്റാമ്പ് പുറത്തിറക്കിയത്. അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം സ്മരണാർത്ഥം പുറത്തിറക്കിയ ഈ മുദ്രയിൽ നെഹ്റുവിന്റെ ഗാംഭീര്യമുള്ള ചിത്രമാണുള്ളത്. നീലയും ചാരനിറവും കലർന്ന രൂപത്തിലാണ് ഇതിന്റെ ഡിസൈൻ. അക്കാലത്ത് സാധാരണ തപാൽ ആവശ്യങ്ങൾക്കായി ഇത് ധാരാളമായി ഉപയോഗിച്ചിരുന്നു. നിലവിൽ ഈ സ്റ്റാമ്പിന് വലിയ വിപണി മൂല്യമില്ല. മികച്ച അവസ്ഥയിലുള്ള ഒരു സ്റ്റാമ്പിന് ഏകദേശം 10 രൂപ മുതൽ 30 രൂപ വരെ മാത്രമേ ഇപ്പോൾ ലഭിക്കാൻ സാധ്യതയുള്ളൂ. അച്ചടിയിലെ പ്രത്യേകതകളോ അപൂർവമായ മാറ്റങ്ങളോ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് കൂടുതൽ വില പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ഭാരതത്തിന്റെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ ആദരിക്കുന്നതിനായി പുറത്തിറക്കിയ ഈ 100 പൈസ, അതായത് 1 രൂപ സ്റ്റാമ്പ് 1980കളുടെ പകുതിയിലാണ് നിലവിൽ വന്നത്. ഇളം പച്ച നിറത്തിലുള്ള ഈ മുദ്രയിൽ ഇന്ദിരാഗാന്ധിയുടെ പുഞ്ചിരിക്കുന്ന മുഖചിത്രമാണ് നൽകിയിരിക്കുന്നത്. അക്കാലത്ത് സാധാരണ തപാൽ ആവശ്യങ്ങൾക്കായി ഈ സ്റ്റാമ്പ് വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. നിലവിൽ വിപണിയിൽ ഇതിന് വലിയ സാമ്പത്തിക മൂല്യമില്ല. മികച്ച ഗുണനിലവാരമുള്ള ഒരു സ്റ്റാമ്പിന് ഏകദേശം 5 രൂപ മുതൽ 20 രൂപ വരെ മാത്രമേ ഇപ്പോൾ വിപണിയിൽ ലഭിക്കാൻ സാധ്യതയുള്ളൂ. അച്ചടിയിലെ പ്രത്യേകതകളോ അപൂർവമായ മാറ്റങ്ങളോ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് കൂടുതൽ വില പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ ആദരിക്കുന്നതിനായി പുറത്തിറക്കിയ ഈ 100 പൈസ 1 രൂപ സ്റ്റാമ്പ് 1970കളുടെ അവസാനം മുതൽ 1980കളുടെ ആരംഭം വരെയുള്ള കാലയളവിലാണ് പ്രധാനമായും പ്രചാരത്തിലുണ്ടായിരുന്നത്. ഇളം പച്ച പശ്ചാത്തലത്തിൽ ഗാന്ധിജിയുടെ മുഖചിത്രം ഓറഞ്ച് കലർന്ന തവിട്ടു നിറത്തിലാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. അക്കാലത്ത് സാധാരണ തപാൽ ആവശ്യങ്ങൾക്കായി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന സ്റ്റാമ്പുകളിൽ ഒന്നാണിത്. നിലവിൽ ഇതിന് വലിയ വിപണി മൂല്യമില്ല. മികച്ച അവസ്ഥയിലുള്ള ഒരു സ്റ്റാമ്പിന് ഏകദേശം 5 രൂപ മുതൽ 15 രൂപ വരെ മാത്രമേ ഇപ്പോൾ വിപണിയിൽ ലഭിക്കാൻ സാധ്യതയുള്ളൂ. അച്ചടിയിലെ അപൂർവമായ മാറ്റങ്ങളോ പ്രത്യേകതകളോ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് കൂടുതൽ വില പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. മഹാത്മാഗാന്ധിയെ ചിത്രീകരിക്കുന്ന ഈ 35 പൈസ സ്റ്റാമ്പ് 1960കളിലും 70കളിലും ഇന്ത്യയിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ഒന്നാണ്. ഇളം ചാരനിറം കലർന്ന വെള്ള പശ്ചാത്തലത്തിൽ ഗാന്ധിജിയുടെ മുഖചിത്രം തവിട്ടു നിറത്തിലാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. അക്കാലത്തെ സാധാരണ പോസ്റ്റ് കാർഡുകൾക്കും കത്തുകൾക്കും വേണ്ടിയാണ് ഈ മുദ്ര പ്രധാനമായും പുറത്തിറക്കിയത്. നിലവിൽ വിപണിയിൽ ഇതിന് വലിയ സാമ്പത്തിക മൂല്യമില്ല. മികച്ച ഗുണനിലവാരമുള്ള ഒരു സ്റ്റാമ്പിന് ഏകദേശം 5 രൂപ മുതൽ 15 രൂപ വരെ മാത്രമേ ഇപ്പോൾ വിപണിയിൽ ലഭിക്കാൻ സാധ്യതയുള്ളൂ. ഇതിൽ അസാധാരണമായ അച്ചടി പിശകുകളോ പ്രത്യേക സീലുകളോ ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ വില ലഭിക്കുകയുള്ളൂ. മഹാത്മാഗാന്ധിയെ ചിത്രീകരിക്കുന്ന ഈ 60 പൈസ സ്റ്റാമ്പ് 1970കളുടെ അവസാനത്തിലും 80കളുടെ തുടക്കത്തിലുമായി ഇന്ത്യയിൽ പുറത്തിറക്കിയതാണ്. വെള്ളയോട് അടുത്ത ഇളം ചാരനിറത്തിലുള്ള പശ്ചാത്തലത്തിൽ ഗാന്ധിജിയുടെ മുഖചിത്രം കറുപ്പ് അല്ലെങ്കിൽ കടും ചാരനിറത്തിലാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. അക്കാലത്ത് ഇൻലാൻഡ് ലെറ്ററുകൾക്കും മറ്റും തപാൽ നിരക്ക് വർദ്ധിപ്പിച്ച സമയത്ത് ഇത് ധാരാളമായി ഉപയോഗിച്ചിരുന്നു. നിലവിൽ ഈ സ്റ്റാമ്പിന് വലിയ സാമ്പത്തിക മൂല്യമില്ല. മികച്ച ഗുണനിലവാരമുള്ള ഒരു സ്റ്റാമ്പിന് ഏകദേശം 5 രൂപ മുതൽ 15 രൂപ വരെ മാത്രമേ ഇപ്പോൾ വിപണിയിൽ ലഭിക്കാൻ സാധ്യതയുള്ളൂ. അച്ചടിയിലെ പ്രത്യേകതകളോ അപൂർവമായ മാറ്റങ്ങളോ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് കൂടുതൽ വില ലഭിക്കുകയുള്ളൂ. നോബൽ സമ്മാന ജേതാവായ പ്രശസ്ത ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ CV രാമനെ ആദരിക്കുന്നതിനായി പുറത്തിറക്കിയ ഈ സ്റ്റാമ്പ് 1971ലാണ് ഭാരത സർക്കാർ പുറത്തിറക്കിയത്. അദ്ദേഹത്തിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് ഈ മുദ്ര നിലവിൽ വന്നത്. ഇളം നീല പശ്ചാത്തലത്തിൽ CV രാമന്റെ ഗാംഭീര്യമുള്ള ചിത്രമാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. സ്റ്റാമ്പിൽ 1000 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിന്റെ മൂല്യമായ 10 രൂപയെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു 10 രൂപ സ്റ്റാമ്പ് ആയതുകൊണ്ട് തന്നെ അക്കാലത്ത് ഉയർന്ന തപാൽ നിരക്കുകൾക്കാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. നിലവിൽ വിപണിയിൽ ഇതിന് വലിയ സാമ്പത്തിക മൂല്യമില്ല. മികച്ച ഗുണനിലവാരമുള്ള ഒരു സ്റ്റാമ്പിന് ഏകദേശം 10 രൂപ മുതൽ 40 രൂപ വരെ മാത്രമേ ഇപ്പോൾ വിപണിയിൽ ലഭിക്കാൻ സാധ്യതയുള്ളൂ. അച്ചടിയിലെ പ്രത്യേകതകളോ അപൂർവമായ മാറ്റങ്ങളോ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് കൂടുതൽ വില ലഭിക്കുകയുള്ളൂ. ഭാരതത്തിന്റെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ ആദരിക്കുന്നതിനായി പുറത്തിറക്കിയ ഈ 5 രൂപ സ്റ്റാമ്പ് 1991ലാണ് ഭാരത സർക്കാർ പുറത്തിറക്കിയത്. അദ്ദേഹത്തിന്റെ വിയോഗത്തിന് തൊട്ടുപിന്നാലെ സ്മരണാർത്ഥം പുറത്തിറക്കിയ ഈ മുദ്രയിൽ പുഞ്ചിരിച്ചു നിൽക്കുന്ന രാജീവ് ഗാന്ധിയുടെ ചിത്രമാണ് നൽകിയിരിക്കുന്നത്. രാഷ്ട്ര സേവനത്തിനായി അദ്ദേഹം നൽകിയ സംഭാവനകളെ മുൻനിർത്തിയാണ് ഈ സ്റ്റാമ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വെളുത്ത പശ്ചാത്തലത്തിൽ മനോഹരമായ വർണ്ണങ്ങളിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അക്കാലത്ത് സാധാരണ വിനിമയത്തിനായി ഇത് ഉപയോഗിച്ചിരുന്നു. നിലവിൽ വിപണിയിൽ ഇതിന് വലിയ സാമ്പത്തിക മൂല്യമില്ല. മികച്ച ഗുണനിലവാരമുള്ള ഒരു സ്റ്റാമ്പിന് ഏകദേശം 10 രൂപ മുതൽ 30 രൂപ വരെ മാത്രമേ ഇപ്പോൾ വിപണിയിൽ ലഭിക്കാൻ സാധ്യതയുള്ളൂ. ഇതിൽ അസാധാരണമായ അച്ചടി പിശകുകളോ മറ്റു പ്രത്യേകതകളോ ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ തുക ലഭിക്കുകയുള്ളൂ. നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ ആദരിക്കുന്നതിനായി പ്രധാനമായും 1980കളുടെ തുടക്കത്തിൽ തപാൽ വകുപ്പ് പുറത്തിറക്കിയ ഈ 100 പൈസ 1 രൂപ സ്റ്റാമ്പിൽ അദ്ദേഹം തന്റെ പ്രശസ്തമായ മിലിട്ടറി യൂണിഫോമിൽ നിൽക്കുന്ന ഗാംഭീര്യമുള്ള ചിത്രമാണ് നൽകിയിരിക്കുന്നത്.
കടും തവിട്ട് അല്ലെങ്കിൽ ചുവപ്പ് കലർന്ന നിറത്തിൽ അച്ചടിച്ചിരിക്കുന്ന ഈ മുദ്ര ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയ അദ്ദേഹത്തോടുള്ള ബഹുമാന സൂചകമായാണ് പുറത്തിറക്കിയത്. വിപണി മൂല്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിലവിൽ ഇതിന് ഏകദേശം 10 രൂപ മുതൽ 30 രൂപ വരെയാണ് വില കണക്കാക്കുന്നത്. എങ്കിലും ശേഖരത്തിന്റെ ഗുണനിലവാരമനുസരിച്ച് ഇതിൽ ചെറിയ മാറ്റങ്ങൾ വരാം. പ്രശസ്ത ഗണിതശാസ്ത്ര പ്രതിഭ ശ്രീനിവാസ രാമാനുജനെ ആദരിക്കുന്നതിനായി പുറത്തിറക്കിയ ഈ 400 പൈസ 4 രൂപ സ്റ്റാമ്പ് അദ്ദേഹത്തിന്റെ 125ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് 2012 തപാൽ വകുപ്പ് പുറത്തിറക്കിയത്. ഇളം പച്ച പശ്ചാത്തലത്തിൽ രാമാനുജന്റെ ചിത്രമാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ലോകത്തിന് ഇന്ത്യ നൽകിയ ഏറ്റവും വലിയ ഗണിതശാസ്ത്ര സംഭാവനകളെയാണ് ഈ മുദ്ര അടയാളപ്പെടുത്തുന്നത്. വിപണി മൂല്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിലവിൽ ഇതിന് ഏകദേശം 10 രൂപ മുതൽ 30 രൂപ വരെ വില പ്രതീക്ഷിക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ട ഈ സ്റ്റാമ്പുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ ശേഖരത്തിൽ ഇതുപോലെയുള്ള പഴയ സ്റ്റാമ്പുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ അറിയിക്കുക. കൂടുതൽ സ്റ്റാമ്പുകളെക്കുറിച്ച് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റാമ്പ് വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം.